അതാ ഒരു ഭാഗത്ത് പോകും, അതാ തീവ്ര ആശയക്കാരിലേക്ക് പോകട്ടെ. വ്യത്യസ്ത ആശയങ്ങളുള്ള മിതവാദികളായ നമ്മുടെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഖിയാമുൽ ലൈൽ ഈ രീതിയിലാണ് വന്നത്. അതിൻ്റെ ദറജ, പണ്ഡിതന്മാർ അതിന് കൊടുത്ത സ്ഥാനം കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി തറാവീഹുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, ഇതിൽ വിവാദങ്ങൾ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹിന് കൃത്യമായ എണ്ണവും ജമാഅത്ത് നടപ്പിലാക്കിയിട്ടില്ല. തങ്ങളുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും ഒക്കെ സുന്നത്തിന്റെ ഭാഗമാണ്. തങ്ങൾ രാത്രി നമസ്കാരം രണ്ടായി നിർവഹിക്കണം, രാവിലെ ആകുമെന്ന് ഭയപ്പെട്ടാൽ ഒറ്റയിൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ഖിലാഫത്തിന്റെ ആദ്യ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഉമർ ജമാഅത്ത് നടപ്പിലാക്കി. ആ ജമാഅത്ത് 11ഉം 20ഉം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ ഏത് രീതിയിൽ സംയോജിപ്പിച്ചാലും 20 റക്അത്ത് അദ്ദേഹം നടപ്പിലാക്കിയ കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ സനദ് സഹീഹാണ്. ഖുലഫാക്കളുടെ സുന്നത്ത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയുടെ പിൻബലമുള്ളതാണ്. അത് സുന്നത്തിന്റെ തന്നെ ഭാഗമാണ്. അത് ബിദ്അത്താണ് എന്ന് കരുതുന്നവർ, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് കരുതുന്നവർ, അവർക്ക് സുന്നത്ത് സ്നേഹമോ ബിദ്അത്ത് വിരോധമല്ല, പ്രത്യേക തരം രോഗമാണ്. എന്ന് മാത്രമല്ല, ഇത് വേറൊരു സംഗതി, ചിലർക്ക് ഈ ജനിച്ച മുതലേ ഇത് കേട്ടവർക്ക് ഈ 20നോടുള്ള അലർജി മാറില്ല. അവർ ചോദിക്കും, 11 ഉത്തമം, 11 ഉത്തമം. ലജനത്തുദായിമക്ക് എന്ത് പറ്റി അല്ലാഹുവിന് അറിയാം. ലജനത്തുദായിമ വ്യാജമാരെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ശരിയാണെങ്കിലും, ഞാൻ പറയുന്ന നമുക്ക് അവരോട് വിയോജിപ്പുകളുണ്ട്. അവർ പറയുന്ന 11 ഉത്തമം. എന്ത് കാരണം ഉസ്താദുമാരെ, എന്താ കാരണം? എന്തുകൊണ്ട് ഉത്തമം? എങ്കിൽ എന്തുകൊണ്ട് തങ്ങളുടെ 3ഉം 5ഉം 7ഉം 9ഉം ഉത്തമമല്ല? 11 എന്തുകൊണ്ട് ഉത്തമം? ഇബ്നു തൈമിയ പറഞ്ഞു, ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞു, നജ്ദിയൻ പണ്ഡിതന്മാർ പറഞ്ഞു, അവരുടെ ഫത്വകളിൽ എഴുതി, റസായിലുകളിൽ എഴുതി, ഇസ്മായിൽ അൻസാരി എഴുതി, അബ്ദുൽ ഫഖീഹ് എഴുതി, ദീർഘമായ നമസ്കാരമാണെങ്കിൽ 20 ഉത്തമം. ഇനിയല്ല, അതിനേക്കാൾ സൗന്ദര്യവും ഭംഗിയും 11 അതാണ് ഉത്തമം എന്നല്ല. അതിനേക്കാൾ സൗന്ദര്യവും മേന്മയും കോരിയത് പോലെ ഒരാൾ ഒറ്റ ആയത്ത് ഓതി ഒറ്റ റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ എങ്കിൽ, അതിലാണ് അയാൾക്ക് കൂടുതൽ ഭയഭക്തി കിട്ടിയതെങ്കിൽ, ആ ഒന്ന് ഈ 11 20 36 40 ഉത്തമമാണ്. അതുകൊണ്ട് 11 ഉത്തമമാണ് എന്ന വാദത്തിന് പോലും ഒറിജിനൽ സലഫികളുടെ പിന്തുണയില്ല. ഇബ്നു തൈമിയ പറഞ്ഞു, 20 റക്അത്ത് നമസ്കരിക്കലാണ് ജനങ്ങൾക്ക് എളുപ്പം. കാരണം ദൈർഘ്യം കിട്ടാൻ അതാണ് സഹായകരമാവുക, അതാണ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് സാധാരണ രീതിയിൽ അതാണ് ഉത്തമം. എന്നാൽ അതിനേക്കാൾ ദീർഘമായ 11 ഉണ്ടെങ്കിൽ അതാണ് ഉത്തമം. നമ്മൾ പറയുന്നത് അതിനേക്കാൾ
അതിനേക്കാൾ ദൈർഘ്യം 3 ഉണ്ടെങ്കിൽ അതാണ് ഉത്തമം. അതും കൂടെ പറഞ്ഞാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ 11 എന്തോ സ്റ്റോപ്പ് ഉണ്ടെന്ന് ആൾക്കാർ വിചാരിക്കുക. അതുകൊണ്ട് 11 ഉത്തമം എന്ന് പറയുന്നത് പോലും ഈ 20 വിരോധം ചെറുപ്പത്തിലെ കേട്ട് 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 വന്നോ തൗബയൊക്കെ ചെയ്തെങ്കിലും അത് കുറച്ച് കാലം കഴിയും അത് മാറി കിട്ടാൻ. അത് പ്രത്യേക രോഗമാണത്. നബിതങ്ങൾ അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇ റാഷിദീൻ എന്ന് പറഞ്ഞിട്ട് അതിന് ഫഇന്നൽ മദീനത കുല്ലഹാ തുസ്നിദു, മദീന മുഴുവനും അതിന്റെ സന്നദ്ധമാണെന്ന് സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടും ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ മനസ്സ് വരണ്ട ഭൂമിയാണ്. ദിക്റിലൂടെ ഈ റമദാൻ നല്ലൊരു അവസരമാണ്. ദിക്റിലൂടെ ഖുർആൻ തിലാവത്തിലൂടെ അല്ലാഹുമായുള്ള മുനാജാത്തിലൂടെ മയപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് ശമനം ലഭിക്കും. കുറച്ച് ഇൽമും കൂടെ പഠിക്കണം അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഈ അതുകൊണ്ട് 11 ഉത്തമം എന്ന വാദം നിരുപാധികം. അതായത് ഘടകങ്ങൾ മറ്റു കാര്യങ്ങൾ ഒത്തുവരുന്നതിന്റെ പേരിൽ 3ഉം 11 ഒക്കെ ഉത്തമമൊക്കെയായി വരും ചിലർക്ക് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ. അതല്ലാതെ 11 ഉത്തമം എന്ന് കരുതുന്നത് തെറ്റാണ്. അത് സലഫികളുടെ അഭിപ്രായത്തിൽ തെറ്റാണ്. പിന്നെ ഉത്തമമല്ല എന്നുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയൂല. ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ആ വാദം തെറ്റാണ്. അതിന് സലഫികളുടെ പിന്തുണയില്ല. ഇനി 20 സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞ സലഫി പണ്ഡിതന്മാരുടെ പേര് ബർക്കത്തിന് വേണ്ടി എന്ന് പറയാണ്. ഒന്നാമത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിസ്തരം പ്രതിപാദിച്ചു മജ്മൂഉൽ ഫതാവയിൽ. അതിനുശേഷം ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ പൗത്രന്മാരുടെ മക്കൾ അബൂബത്തീൻ, ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ബിൻ ഹസൻ ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, മക്കളും എല്ലാവരും നജ്ദിലെ പണ്ഡിതന്മാർ, ഷൗക്കാനി, ഇമാം ഷൗക്കാനി നൈലുൽ ഔതാറിൽ സയ്യിദ് സാബിഖ് അദ്ദേഹം പറഞ്ഞു 8 സുന്നത്തും 12 മുസ്തഹബുമാണെന്ന്. എന്താണാവോ എങ്ങനെയാണാവോ വേർതിരിച്ച് അല്ലാഹുവിനറിയാം. എന്താണ് 20 ഉണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ 11 ഉത്തമമാണെന്ന് പറയുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അല്ലാഹുവിന് അറിയാം. ഇബ്നു തൈമിയ്യയുടെ വാദം അതല്ല, അത് തെളിവുള്ള വാദമല്ല. ഈ ഇബ്നു ഉസൈമീൻ തന്നെ പറഞ്ഞത് ഷെയ്ഖ് അൽബാനിയോട്, അവരുടെ ആളുകളോട്, നിങ്ങൾ 11 കൂടുതൽ തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിടക്ക് 3 നമസ്കരിക്കൽ നിർബന്ധമാണെന്ന് പറയേണ്ടി വരും. ഇടയ്ക്ക് 5 നമസ്കരിക്കൽ നിർബന്ധമാണെന്ന് പറയേണ്ടി വരും. അതേ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ 11 ഉത്തമമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടക്കിടക്ക് 3 ഉത്തമമാണെന്ന് പറയേണ്ടി വരും. എട്ടാളായില്ലേ? പിന്നെ അബ്ദുറസാഖ് കഫീഫി, അബ്ദുല്ലാഹി ബിൻ ഖദിയാൻ, അബ്ദുല്ലാഹി ബിൻ ഖഊദ്, ഷെയ്ഖ് ഇസ്മായിൽ അൽ അൻസാരി, അദിയ മുഹമ്മദ് സാലിം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഷെയ്ഖ്, ഷെയ്ഖ് ഇബ്രാഹിം അൽ ഷെയ്ഖ്,
സാലിഹ് ബിൻ മുനജ്ജിദ്, അബ്ദുറഹ്മാൻ ബിൻ അജ്ലാൻ, അതുപോലെ തന്നെ ശൈഖ് അബൂബക്കർ അൽ ജസാഇരി, ഫതവ ഉലമാഉൽ ഹറമൈൻ, ഹയ്യത്ത് കിബാരിൽ ഉലമാ, ലജനത്തു ദായിമ, 20 ഏകദേശം ബോർഡുകൾ, കമ്മിറ്റികൾ, ഫത്വ സമിതികൾ, പണ്ഡിതന്മാർ, ഷെയ്ഖുമാർ, ഇമാമന്മാർ, ഷെയ്ഖുൽ ഇസ്ലാംമാർ, എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് സലഫി ലോകത്ത് ഇതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ആർക്കാണ് പറയാൻ പറ്റുക? അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, ഈ വിഷയത്തിൽ മുസ്ലിംകൾക്കിടയിൽ യാതൊരു തർക്കവുമില്ല, ഒരഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലാവരും ഏകസ്വരത്തിൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിഫലത്തിൻ്റെ ഘടകങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ച് ഏതൊക്കെ സമയത്ത് ഉത്തമമാകും എന്ന കാര്യത്തിൽ മാത്രമേ ഈ അധ്യായത്തിൽ തന്നെ ചർച്ചയുള്ളൂ. അല്ലാഹു തആല കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും തൗഫീഖ് തരുമാറാകട്ടെ. ഒറ്റ ആളുടെ ഫത്വ വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ പുത്തൻവാദിയാണ്, എന്നെക്കാളും ഇതാരും ലൈഫാക്കിയിട്ടില്ല. അങ്ങനെ സ്വയം കുമ്പസാരം നടത്തിയൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ വാദത്തിന് സലഫുകളുടെ പിന്തുണയില്ല എന്ന് ഔദ്യോഗിക മുഫ്തിമാർ പറഞ്ഞു അവരുടെ. എന്നിട്ടും അത് കൊണ്ടു നടക്കുന്നത് വല്ലാത്ത തൊലിക്കട്ടിയാണ്. അള്ളാഹുവിന്റെ ദീനിനോടുള്ള ധിക്കാരമാണ്, നബിതങ്ങളോടുള്ള ധിക്കാരമാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഈ റമളാനിൽ വൈറസ് മുക്തമായ റമളാനായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അനാവശ്യ വിവാദങ്ങളില്ലാത്ത, ചർച്ചകളില്ലാത്ത, രാത്രി നമസ്കാരം ഖുർആനിന്റെ ആയത്തുകളിൽ പറയപ്പെട്ടതുപോലെ, ഹദീസുകളിൽ പറയപ്പെട്ടതുപോലെ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കാൻ, നമസ്കരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ. ഇനി ചോദ്യോത്തരങ്ങൾക്കുള്ള സമയമാണ്. ഒരു ബൗണ്ടറിയും ഇല്ല. ആവശ്യമുള്ള അറിയേണ്ട എല്ലാ സംശയങ്ങളും ചോദിക്കാം. ചോദ്യം ചോദിക്കുന്നതിൻ്റെ മര്യാദകളുണ്ട്, അത് കണ്ടാൽ നമുക്കറിയാം. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മളും നല്ല മര്യാദകൾ പാലിക്കും. പിന്നെ പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ വന്നവരുണ്ടാകാം, ഒരു പരാതിയുമില്ല ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് ചെറിയ ശൈലി ചെറുതായിട്ട് മാറ്റേണ്ടി വരും. മോശമായ ശൈലിയല്ല, അവർക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കേണ്ടി വരും. ഏത് ശൈലിയും നിങ്ങൾക്ക് സ്വീകരിക്കാം. പഠിക്കേണ്ട ഒരാളുടെ ശൈലി ഖുർആനിൽ പറഞ്ഞു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖിദ്ർ അലൈഹിസ്സലാമിനോടൊപ്പം യാത്ര പോകുമ്പം ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ, താങ്കൾക്ക് അല്ലാഹു പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും ചിലത് എനിക്ക് പഠിപ്പിച്ചു തരും എന്ന വ്യവസ്ഥയിൽ ഞാൻ താങ്കളുടെ കൂടെ നടന്നോട്ടെ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ രേഖപ്പെടുത്തി, ഇതിൽ നിന്നും പഠിക്കുന്ന വ്യക്തിയുടെ 10-ലധികം മര്യാദകൾ ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ പുറകിലാണ്, എനിക്ക് പഠിപ്പിച്ചു തരാമോ? അദബിൻ്റെ മര്യാദയുടെ പാഠങ്ങൾ ഖുർആനിന്റെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അത് ഉൾക്കൊള്ളലാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇനി അതല്ല, ഒരാൾക്ക് വേണ്ട
വേണമെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു അസൗകര്യവുമില്ല. ഇൻഷാ അല്ലാഹ് സംശയങ്ങൾ ചോദിക്കാം, വിമർശനങ്ങൾ ഉന്നയിക്കാം. അതിനിടയിൽ ചെറിയൊരു ഇടവേള നല്ലതാണെന്ന് തോന്നുന്നു ചായക്ക് വേണ്ടി. അല്ലാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ.